2024 ജനുവരിയിൽ റിലീസിനെത്തിയ പ്രധാനപ്പെട്ട സിനിമകൾ ഓർമ്മയുണ്ടോ? ഒന്ന് അബ്രഹാം ഓസ്ലർ, രണ്ടാമത്തേത് മലയക്കോട്ടെ വാലിബൻ. എന്താണ് ഈ സിനിമകളുടെ പ്രത്യേകതയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. രണ്ടിലും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ സാന്നിധ്യമുണ്ട്. ആ ചരിത്രം 2025 ജനുവരിയിലും ആവർത്തിക്കുകയാണ്. വീണ്ടും താരപ്പോരിനെത്തുകയാണ് താരരാജാക്കന്മാർ, ഒപ്പം യൂത്തന്മാരും. ജനുവരിയിൽ ആദ്യം എത്തിയത് ഐഡന്റിറ്റിയാണ്. ടൊവിനോ തോമസും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജനുവരി 2-നാണ് റിലീസിനെത്തിയത്. അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രം ഈ ടീമിൻ്റെ തന്നെ മുൻ ചിത്രമായ ഫോറൻസിക് പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് സിനിമ ആഗോള കളക്ഷനായി ഇതുവരെ 11 കോടിയോളം രൂപ നേടിയിട്ടുണ്ട്. ആസിഫ് അലി നായകനാകുന്ന രേഖാചിത്രമാണ് ജനുവരിയിലെ അടുത്ത റിലീസ്. അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോയാണ്. മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. പോലീസ് വേഷത്തിലാണ് ആസിഫ് അലി ചിത്രത്തിലെത്തുന്നത്. ജനുവരി 9-നാണ് സിനിമ തിയേറ്ററിലെത്തുക. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന എന്ന് സ്വന്തം പുണ്യാളനും ഈ മാസമാണ് റിലീസിനെത്തുന്നത്. മഹേഷ് മധു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് അർജുൻ അശോകനും ബാലുവും അനശ്വര രാജനും ഒരുമിക്കുന്നത്. സാംസിയ സംഗീതം ഒരുക്കുന്ന ചിത്രം മലയാളത്തിലും തമിഴിലുമായാണ് പ്രദർശനത്തിനെത്തുന്നത്. ജനുവരി 10-നാണ് റിലീസ്. സൗബിനും ബേസിലും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പ്രാവിൻകൂട് ഷാപ്പ് ജനുവരി 16-നാണ് തിയേറ്ററുകളിലെത്തുക. ഡാർക്ക് ഹ്യൂമർ റോണറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ഒരു കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവുമാണ് പ്ലോട്ട്. അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്യുന്നത്. ഗൗതം വാസുദേവ് മേനോനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സാണ് ജനുവരിയിലെ മറ്റൊരു പ്രധാന റിലീസ്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള സിനിമ കൂടിയാണിത്. ആക്ഷൻ ത്രില്ലർ റോണറിലെത്തുന്ന ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന 6ാമത്തെ ചിത്രം കൂടിയാണിത്. പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഡൊമിനിക്കായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. ഗോകുൽ സുരേഷ്, വിനീത്, ലെന, സിദ്ദിഖ്, വിജയ് വെങ്കടേഷ്, വിജയ് ബാബു എന്നിവരാണ് ഡൊമിനിക്കിലെ മറ്റ് പ്രധാന താരങ്ങൾ. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം തുടരും ജനുവരി 30-നാണ് പ്രദർശനത്തിനെത്തുക. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ, ശോഭന താരജോഡി ഒന്നിച്ചെത്തുന്നുവെന്നാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൻ്റെ പ്രധാന USP. ടാക്സി ഡ്രൈവർ ഷൺമുഖമായാണ് മോഹൻലാൽ സിനിമയിലെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവരുൾപ്പെടെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഇവയൊന്നുമല്ലാതെ മിസ്റ്റർ ബംഗാളി, കമ്മ്യൂണിസ്റ്റ് പച്ച, ഒരുമ്പെട്ടവൻ, ID, നാരായണീൻ്റെ 3 ആൺമക്കൾ, എന്നിവയാണ് ജനുവരിയിൽ ഇതുവരെ എത്തിയതും എത്താനിരിക്കുന്നതുമായ മറ്റ് റിലീസുകൾ. 2024-നെ സംബന്ധിച്ചിടത്തോളം മോളിവുഡിലെ ബോക്സ് ഓഫീസ് വിജയങ്ങൾ കൂടുതലും അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ 2025-ൻ്റെ കാര്യം അങ്ങനെയല്ല. വമ്പൻ ഹൈപ്പിലെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ വരെ മലയാളത്തിന് മാറ്റുകൂട്ടാൻ എത്തുന്നുണ്ട്. വർഷം ആദ്യം എന്നോണം ജനുവരിയിലെ താരപ്പോരിൽ ആരൊക്കെ ബോക്സ് ഓഫീസ് തൂക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം.